മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമത്തിൽ തുല്യനീതി ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി വാദം കേൾക്കും. നിയമം വിവേചനപരവും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ ലംഘനവുമാണെന്ന ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. ജസ്റ്റിസുമാരായ കൃഷ്ണ മുരാരി, സഞ്ജയ് കരോൾ എന്നിവരാണ് ഹർജി പരിഗണിക്കുക. ജനുവരി 6 കേരള ഹൈക്കോടതി വിധിക്കെതിരെയാണ് മലയാളിയായ ഗുഷറ അലി സുപ്രീം കോടതിയെ സമീപിച്ചത്. ശരീഅത്ത് നിയമപ്രകാരം മകളെന്ന നിലയ്ക്ക് ആൺമക്കളുടെ പകുതി ഓഹരി മാത്രമാണ് തനിക്ക് ലഭിച്ചതെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹർജിയിൽ ഗുഷറയുടെ മറ്റ് 11 സഹോദരങ്ങൾക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതിൽ 4 സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. അഭിഭാഷകനായ ബിജോ മാത്യു ജോയ് മുഖേനയാണ് ഗുഷറ സുപ്രീം കോടതിയെ സമീപിച്ചത്. 1 ഏക്കർ 44 സെന്റ് ഭൂമിയിൽ 4.82 സെന്റ് ഭൂമി മാത്രമാണ് തനിക്ക് ലഭിച്ചതെന്ന് ഗുഷറ വാദിക്കുന്നു. ഭരണഘടന തുല്യനീതി ഉറപ്പു നൽകിയിട്ടും മുസ്ലിം സ്ത്രീകൾ വിവേചനം നേരിടുകയാണ്. പുരുഷന്മാർക്ക് തുല്യമായി സ്ത്രീകൾക്ക് തുല്യ സ്വത്തവകാശം അനുവദിക്കാത്ത മുസ്ലിം വ്യക്തി നിയമത്തിലെ 2-ാം വകുപ്പ് ഭരണഘടനയുടെ 15-ാം വകുപ്പിന്റെ ലംഘനമാണെന്നും 13-ാം വകുപ്പ് പ്രകാരം അസാധുവാണെന്നും ഹർജിയിൽ ഗുഷറ പറയുന്നു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.